വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. Carbohydrates are among most vital biomolecule for our body. They primarily serve as the main energy source and provide structural support to various body components. ഇതൊരു മെയിൻ എനർജി സോഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് സ്ട്രക്ചറൽ സപ്പോർട്ടും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ 3 എലമെൻസുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓക്കെ, ഇതിലുള്ള 3 എലമെൻസുകളാണ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. In carbohydrates, the ratio of hydrogen to oxygen is typically 2:1. അപ്പോൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഹൈഡ്രജൻ ടു ഓക്സിജൻ എന്ന് പറയുന്ന റേഷ്യോ 2:1 ആണ്. അത് നമ്മളുടെ വാട്ടറിനോട് സിമിലർ ആയിട്ടാണ് കാണിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഇപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ അവരെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോളിഹൈഡ്രോസി ആൽഡിഹൈഡ്സ്, അതുപോലെ തന്നെ പോളിഹൈഡ്രോസി കീറ്റോൺസ്. അപ്പോൾ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ബേസ് ചെയ്ത് ആൽഡോസസ്, കീറ്റോസസ്, അങ്ങനെ 2 ഡിവിഷൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ ആൽഡോസസ് ഉണ്ട്, കീറ്റോസസ് ഉണ്ട്. ആൽഡോസസിൻ്റെ പ്രത്യേകത എന്താണ്? കാർബോഹൈഡ്രേറ്റ് ഫീച്ചറിങ് ആൻഡ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ CHO. ഇപ്പോൾ CHO ഗ്രൂപ്പ് അവരുടെ കാർബൺ ചെയിനിൻ്റെ എൻഡിലായിട്ടുണ്ടാകും. അതാണ് ആൽഡോസസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്. കീറ്റോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കാർബോഹൈഡ്രേറ്റ് ദറ്റ് കണ്ടെയ്ൻ എ കീറ്റോൾ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ C+O. അതാണ് കീറ്റോ ഗ്രൂപ്പ്. അത് എവിടെയിട്ടാണ് കാണുന്നത്? അറ്റത്തായിരിക്കില്ല, പകരം കാർബൺ ചെയിൻ്റെ നടുക്കായിട്ടായിരിക്കുള്ളൂ കാണുന്നത്. ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇതാണ് ആൽഡോസസ്. ആൽഡോസസ് എന്ന് പറയുമ്പോൾ എന്താ നോക്കിക്കേ, ഇതാണ് കാർബൺ ചെയിൻ, ഇതിൻ്റെ അറ്റത്തായിട്ടാണ് എന്ത്? CHO ഗ്രൂപ്പ് ഉള്ളത്. ഓക്കെ, അതാണ് ആൽഡോസസ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്. ഇനി കീറ്റോസ് നോക്കിക്കേ, ഇതാണ് കാർബൺ ചെയിൻ, ഇതിൻ്റെ നടുക്കായിട്ടാണ് കീറ്റോ ഗ്രൂപ്പ് ഉള്ളത്. കീറ്റോ എന്ന് പറയുമ്പോൾ C+O. നമ്മളുടെ ആൽഡോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CHO വരും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കീറ്റോസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാർബൺ ചെയിൻ്റെ നടുക്കായിട്ടാണ്, അതാണ് കീറ്റോസ്. അതിന് എക്സാമ്പിളാണ് ഫ്രക്ടോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ എനർജി സോഴ്സ് ആണ്. 3 എലമെൻസുകളുണ്ട്: കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ 2 ആയിട്ട് പറയുന്നുണ്ട്: പോളിഹൈഡ്രോസി ആൽഡിഹൈഡ്സും അതുപോലെ തന്നെ പോളിഹൈഡ്രോസി കീറ്റോൺസ്. അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ബേസ് ചെയ്ത ആൽഡോസസും കീറ്റോസസും ഉണ്ട്. ആൽഡോസസ് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് കാർബൺ ചെയിൻ്റെ എൻഡിലായിട്ടാണ്. അതിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്. കീറ്റോസസ് എന്ന് പറയുമ്പോൾ ഈ കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളത് കാർബൺ ചെയിൻ്റെ നടുക്കായിട്ടാണ്. അതിന് എക്സാമ്പിളാണ് ഫ്രക്ടോസ്. ഓക്കെ, ഇനി ഇവരുടെ സ്ട്രക്ചർ നോക്കാം. കാർബോഹൈഡ്രേറ്റ് സാധാരണ ലീനിയർ ഫോമിലാണ് കാണുന്നത്. ഹവർ ആസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻക്രീസസ് ദ ടിപ്പിക്കലി ഫോം എ റിംഗ് സ്ട്രക്ചർ ഇൻ അക്വ സൊല്യൂഷൻ. അതായത് ഇവരുടെ കാർബൺ ആറ്റം കൂടുന്നതനുസരിച്ച് നമ്മൾ ഇതിനൊരു അക്വ സൊല്യൂഷൻ ഇട്ട് വെക്കുമ്പോൾ ഈ ലീനിയർ സ്ട്രക്ചറിൽ നിന്ന് ഇവരെന്ത് ചെയ്യും? ഒരു റിംഗ് സ്ട്രക്ചറിലേക്ക് ഫോം ചെയ്യും. ഓക്കെ, സോ അതാ നോക്കിക്കേ, ഇതാണ് നേരത്തെ പറഞ്ഞ ആൽഡോസസും കീറ്റോസസും ഗ്ലൂക്കോസും ഫ്രക്ടോസും നമ്മൾ നേരത്തെ കണ്ടത് അതിൻ്റെ ലീനിയർ സ്ട്രക്ചറാണ്. ഇത് അതിൻ്റെ റിംഗ് സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്പറിങ് ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6 ഈ രീതിയിലാണ് നമ്പർ ചെയ്യുന്നത്. ഓക്കെ, ആൽഡോസസ്, കീറ്റോസസ്. ഇനി കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് ആർ പ്രൈമർലി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ്? 3 ഗ്രൂപ്പ് അവരുടെ ഷുഗർ യൂണിറ്റിനെ ബേസ് ചെയ്ത്: മോണോസാക്കറൈഡ്സ്, ഒളിഗോസാക്കറൈഡ്സ്, പോളിസാക്കറൈഡ്സ്. ഇതൊക്കെയാണ് മോണോസാക്കറൈഡ്, ഒളിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ്. അപ്പം നമുക്കിതാ നോക്കിക്കേ, ഈ ഒരു ഫിഗർ നോക്കി, ഇതാണ് മോണോസാക്കറൈഡ്. ഇതുപോലെ 2 ഉള്ളത്, 2 ഉണ്ടെങ്കിൽ അതിനെ ഡൈസാക്കറൈഡ്. ഒരു 3 തുടങ്ങി 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ നോക്കിക്കേ, ഇതിനെ ഒളിഗോസാക്കറൈഡ് എന്ന് പറയും. കുറേ ഉണ്ടെങ്കിൽ 1000കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ഉണ്ടെങ്കിൽ അതിനെ പോളി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? മെനി. അപ്പോൾ പോളിസാക്കറൈഡ്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മോണോസാക്കറൈഡ്. സിമ്പിൾ ഷുഗേഴ്സ് ആണ് മോണോസാക്കറൈഡ്. അപ്പോൾ ഏറ്റവും കാർബോഹൈഡ്രേറ്റിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് മോണോസാക്കറൈഡ് എന്ന് പറയുന്നത്. ദേ കനോട്ട് ബി ഫർദർ ബ്രോക്ക് ഡൗൺ ഇൻ ടു സ്മോളർ ഷുഗർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഇതിനൊരിക്കലും എന്താണ്? ഇത് ഓൾറെഡി ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. ഇതിന് ഇനിയും നമുക്ക് ബ്രോക്കൺ ചെയ്യാൻ പറ്റില്ല. നമ്മളിതിനെ സിമ്പിൾ ഷുഗേഴ്സ് എന്ന് പറയും. ഓൾസോ നോൺ ആസ് സിമ്പിൾ ഷുഗേഴ്സ്. ഓക്കെ, അപ്പോൾ മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ്. ഇതിനെ ഇനിയും ബ്രോക്കൺ ഡൗൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ സിമ്പിൾ ഷുഗേഴ്സ് എന്ന് പറയും. ഇനി നോക്കിക്കേ, സ്ട്രക്ചർ നോക്കിക്കേ, ഇതിന് 3 ഒടുങ്ങിയ 7 കാർബൺ ആറ്റംസ് വരാം. അപ്പോൾ അവരുടെ കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ അനുസരിച്ച് ട്രയോസ്. ട്രൈ എന്ന് പറയുമ്പോൾ 3 അല്ലേ, അപ്പോൾ 3 കാർബൺ ഉള്ളതാണ് ട്രയോസ്. ടെട്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കാർബൺ ഉണ്ടാവും. പെൻഡോസ് ആണെങ്കിലോ 5 കാർബൺ.
ഹെക്സോസ് ആണെങ്കിൽ 6 കാർബൺ. ഓക്കെ, ഇപ്പോൾ ട്രയോസ്, ടെട്രോസ്, പെൻറ്റോസ്, ഹെക്സോസ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ ആൽഡോസും കീറ്റോസിൻ്റെ സ്ട്രക്ചർ. ആൽഡോസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കാർബൺ ചെയിനിൻ്റെ അറ്റത്ത് CHO ഗ്രൂപ്പ് വരുന്നതാണ് ആൽഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, കീറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാർബൺ ചെയിനിൻ്റെ നടുക്കായിട്ടാണ് കീറ്റോ ഗ്രൂപ്പ് വന്നേക്കുന്നത്. ഇതാ ഈ ട്രയോസ് നോക്കിക്കേ, 3 കാർബൺ ആറ്റംസ് ഉണ്ട്. 1, 2, 3. പെൻറ്റോസ് ആണെങ്കിലോ 1, 2, 3, 4, 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ഹെക്സോസ് ആണെങ്കിലോ അതാ നോക്കിക്കേ, 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റം ഉണ്ട്. അതാണ് ഹെക്സോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണോസാക്രൈഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വാട്ടറിൽ സോലുബിൾ ആണ്. ദേ ആർ സോലുബിൾ ഇൻ വാട്ടർ. അതുപോലെ തന്നെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്വീറ്റ് ടേസ്റ്റ് ആണ്. ഓക്കെ, ഈ മോണോസാക്രൈഡിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, റൈബോസ്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസിനെയാണ് നമ്മൾ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ഫ്രക്ടോസിനെ നമ്മൾ ഫ്രൂട്ട് ഷുഗർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഗാലക്ടോസ് ആണെങ്കിലോ അതാണ് മിൽക്ക് ഷുഗർ. ലാക്ടോസ് അതൊക്കെയാണ് ഗാലക്ടോസ് എന്ന് പറയുന്നത്. റൈബോസ് എന്ന് പറയുന്നത് പെൻഡോ ഷുഗർ. നമുക്കറിയാം DNA-യിലും RNA-യിലും ഉള്ള ഷുഗറാണ് ഈ പറയുന്ന പെൻഡോ ഷുഗറാണ് റൈബോസ് ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, റൈബോസ് ഇതൊക്കെ മോണോസാക്രൈഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അതായത് നോക്കിക്കേ, ഇവരുടെ മോളിക്കുലർ ഫോമിൽ നോക്കുമ്പോൾ C6H12O6 വരും. പക്ഷേ സ്ട്രക്ചറിൽ ഇവർ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഒളിഗോസാക്രൈഡ്സ്. അപ്പോൾ നമ്മൾ ആദ്യം മോണോസാക്രൈഡ്സ് പറഞ്ഞു. ഇനി അടുത്തതാണ് എന്ത്? ഒളിഗോസാക്രൈഡ്സ്. അപ്പോൾ മോണോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ ആകെ ഒരു സിംഗിൾ യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ 2 ഒടുങ്ങി 10 മോണോസാക്രൈഡ് യൂണിറ്റുകളുണ്ട്. ഇവരിങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. ഇവർ പരസ്പരം കണക്ട് ചെയ്യിക്കുന്ന ഒരു ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ കമ്പോസ്റ്റ് ഓഫ് 2 to 10 മോണോസാക്രൈഡ് യൂണിറ്റ് ലിങ്ക്ഡ് ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇതിന്റെ പ്രത്യേകത ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ നോക്കിയേ, മോണോസാക്രൈഡ് എന്ന് പറയുമ്പോൾ ഒരു വട്ടത്തിലുള്ള ഒരു യൂണിറ്റേ ഉള്ളൂ. ഒളിഗോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന മോണോസാക്രൈഡ്സിനേക്കാളും വലുതായിരിക്കുള്ളൂ, എന്നാൽ പോളിസാക്രൈഡ്സിനേക്കാളും ചെറുതായിരിക്കുള്ളൂ. അതായത് നമുക്ക് ഈ ഒരു ഫിഗർ കണ്ടാൽ അറിയാൻ പറ്റും. ഏറ്റവും ഫസ്റ്റ് പറഞ്ഞതേ കണ്ടോ, ഇതാണ് നമ്മളുടെ ഒളിഗോസാക്രൈഡ്. കണ്ടോ, മോണോസാക്രൈഡ്സിനേക്കാളും വലുതാണ്, എന്നാൽ പോളിസാക്രൈഡ്സിനേക്കാളും ചെറുതാണ്. ഏത്? ഈ പറയുന്ന ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾസ് പഠിക്കാം. ഡൈസാക്രൈഡ് എന്ന് പറയുന്നത് ഒളിഗോസാക്രൈഡ് ആണ്. പക്ഷെ എന്താണ്? ഡൈ എന്ന് പറയുമ്പോൾ രണ്ട് മോണോസാക്രൈഡ്സ് ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ 2 ഒടുങ്ങി 10 മോണോസാക്രൈഡ്സ് അടങ്ങുന്നതാണ് ഒളിഗോസാക്രൈഡ്. അതിൽ 2 എണ്ണം മാത്രമുള്ളതെങ്കിൽ ഡൈസാക്രൈഡ്സ് എന്ന് പറയും. 2 യൂണിറ്റുകൾ ഉണ്ടാവും, 2 ഷുഗർ യൂണിറ്റ്സുകൾ ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് സൂക്രോസ്. എന്ന് പറയുമ്പോൾ സൂക്രോസ്, അതായത് ഷുഗറും ഫ്രക്ടോസ്. ഷുഗർ മീൻസ് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസിനെയാണ് സൂക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആണ് സൂക്രോസ്. ലാക്ടോസ് ആണെങ്കിലോ ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസിനെയാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാൾട്ടോസ് ആണെങ്കിലോ ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആണ് സൂക്രോസ്, ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആണ് ലാക്ടോസ്, ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ആണ് മാൾട്ടോസ്. ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് സൂക്രോസ്, ഗാലക്ടോസ് പ്ലസ് ഗ്ലൂക്കോസ് ലാക്ടോസ്, ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് മാൾട്ടോസ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വേറൊരു ഒളിഗോസാക്രൈഡ് ആണ് റാഫിനോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ 3 മോണോസാക്രൈഡ്സ് ഉണ്ടാവും. 2 ഉള്ളതാണ് ഡൈസാക്രൈഡ്സ്, 3 ഉണ്ട്. അത് റാഫിനോസിന്റെ കേസിൽ അതിൽ ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് അങ്ങനെ 3 മോണോസാക്രൈഡ്സുകളുണ്ട്. അതാണ് റാഫിനോസ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, കണ്ടോ, ഇവിടെ ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. അപ്പോൾ ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസിനെയാണ് റാഫിനോസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാക്കിയോസ് ആണെങ്കിലോ, സ്റ്റാക്കിയോസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ 2 ഗാലക്ടോസ് യൂണിറ്റും ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആണുള്ളത്. അതായത് 4 മോണോസാക്രൈഡ്സ് ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ റാഫിനോസിന്റെ കൂടെ ഒരു ഗാലക്ടോസും കൂടി ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റാക്കിയോസ് ആയി. അപ്പോൾ അതേ ഫിഗർ നോക്കിക്കേ, 2 ഗാലക്ടോസ്, 1 ഗ്ലൂക്കോസ്, 1 ഫ്രക്ടോസ്. ഇതാണ് 4 മോണോസാക്രൈഡ്സ് ഉള്ള സ്റ്റാക്കിയോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മെയിൻ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ്. 3 എലമെന്റ്സ് ഉണ്ട്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പിന്നെ അതിന് പോളിഹൈഡ്രോസി ആൽഡിഹൈഡ്സ് എന്നും പോളിഹൈഡ്രോസി കീറ്റോൺസ് എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ആൽഡോസസ്, കീറ്റോസസ് എന്ന് പറയുന്നത്. ആൽഡോസസ് എന്ന് പറയുമ്പോൾ അവരുടെ കാർബൺ ചെയിൻ്റെ എൻഡിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്. കീറ്റോസസ് എന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ് കാർബൺ ചെയിൻ്റെ നടുക്കായിട്ടാണ് കീറ്റോ ഗ്രൂപ്പ് കാണുന്നത്. അതിന് എക്സാമ്പിളാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മോണോസാക്രൈഡ്സ് ഉണ്ട്, ഒളിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. മോണോസാക്രൈഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ്.
അതിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, റൈബോസ് എന്ന് പറയുന്നത്. ഒളിഗോസാക്രൈഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി, അതായത് 2-10 മോണോസാക്രൈഡ്സ് ഉണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഡൈസാക്രൈഡ്സ് ഒക്കെ അതിൽ വരുന്നതാണ്, ഒളിഗോസാക്രൈഡ്സിൽ തന്നെയാണ്. ഡൈസാക്രൈഡ്സിന് എക്സാമ്പിളാണ് സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. പിന്നെ റാഫിനോസ് എന്ന് പറയുമ്പോൾ അതിൽ 3 മോണോസാക്രൈഡ്സ് ഉണ്ട്, അതായത് ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. സ്റ്റാക്കിയോസ് എന്ന് പറയുമ്പോൾ അതിൽ 2 ഗാലക്ടോസ് യൂണിറ്റും 1 ഗ്ലൂക്കോസും 1 ഫ്രക്ടോസും, അതായത് 4 മോണോസാക്രൈഡ്സ് അടങ്ങുന്നതാണ് സ്റ്റാക്കിയോസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പോളിസാക്രൈഡ്സ്. പോളിസാക്രൈഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലെക്സ്, അത് നോക്കിക്കേ 100 ഒടുങ്ങി 1000കണക്കിന് മോണോസാക്രൈഡ്സുകളുണ്ട്. മോണോസാക്രൈഡ് എന്ന് പറയുമ്പോൾ ആകെ ഒരു സിമ്പിൾ ഷുഗർ യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഒളിഗോസാക്രൈഡ്സ് എന്ന് വെച്ചാൽ 2-10 മോണോസാക്രൈഡ്സ് ഉണ്ടായിരുന്നു. പോളിസാക്രൈഡ്സ് എന്ന് വെച്ചാൽ കുറേ മോണോസാക്രൈഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 100 to thousands of monosaccharide unit linked in a long chain. അതുകൊണ്ട് നമ്മൾ ഇതിനെ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയും. ഇതിന്റെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ സ്വീറ്റ് ഒന്നുമല്ല, വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. മെയിനായിട്ട് എനർജി സ്റ്റോറേജിനും സ്ട്രക്ചറൽ സപ്പോർട്ടിനുമാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക ഏതൊക്കെയാണ്? സ്റ്റാർച്ച്, ഗ്ലൈക്കജൻ, സെലുലോസ്, കൈറ്റിൻ, ഇതൊക്കെ എന്താണ്? പോളിസാക്രൈഡ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർച്ച് നോക്കുക. സ്റ്റാർച്ച് എന്ന് വെച്ചാൽ പ്ലാന്റ്സിലൊക്കെ ഉള്ള മെയിൻ സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. സ്റ്റാർച്ചിലുള്ള 2 ഗ്ലൂക്കോസ് പോളിമേഴ്സ് ആണ് അമിലോസും അമിലോപെക്റ്റിൻ. ഇതാണ് ഫിഗർ, ഇതേ കണ്ടോ. സ്റ്റാർച്ചിലുള്ള 2 ഗ്ലൂക്കോസ് പോളിമർ ആണ്. അമിലോസിന്റെ പ്രത്യേകത എന്താണ്? അതിന് ബ്രാഞ്ചസ് ഒന്നുമില്ല, അൺബ്രാഞ്ചഡ് ആണ്. പക്ഷേ അമിലോപെക്റ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ബ്രാഞ്ചസ് ഉണ്ട്. ഇതേ കണ്ടോ, അവർക്കിടയിലുള്ള ലിങ്കേജ് എന്നാണ് α1,4 ലിങ്കേജും α1,6 ലിങ്കേജും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർച്ചിലുള്ള 2 ഗ്ലൂക്കോസ് പോളിമേഴ്സ് ആണ് അമിലോസും അമിലോപെക്റ്റിൻ എന്ന് പറയുന്നത്. ഇനി ഗ്ലൈക്കജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മൾ പറഞ്ഞ സ്റ്റാർച്ച് എന്ന് പറയുന്നത് പ്ലാന്റ്സിലുള്ള സ്റ്റോർഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അനിമൽസിലുള്ള സ്റ്റോർഡ് കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കജൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ലിവറിലും മസിൽ സെൽസിലൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഗ്ലൈക്കജൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ അമിലോപെക്റ്റിൻ്റെ പോലെ തന്നെ തോന്നുന്നതാ. കണ്ടോ, ഈ ഒരു ഫിഗർ നോക്കിയേ, ഇത് നമ്മളുടെ അമിലോപെക്റ്റിൻ, ഇത് ഗ്ലൈക്കജൻ. ഫിഗർ വൈസ് നോക്കുമ്പോൾ എന്താണ് ഏകദേശം ഒരേപോലെ തോന്നും. പക്ഷെ പ്രത്യേകത എന്ന് വെച്ചാൽ അമിലോപെക്റ്റിനേക്കാളും കുറേ ഹൈലി ബ്രാഞ്ചസ് ഉള്ളത് ഗ്ലൈക്കജൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന ഗ്ലൈക്കജൻ എന്ന് പറഞ്ഞാൽ അവർ സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ് ഇൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. ഇതുള്ളത് ലിവറിലും മസിൽ സെൽസിലുമാണ്. അത് കാണുമ്പോൾ എന്താണ് അമിലോപെക്റ്റിൻ്റെ പോലെ റിസംബിൾസ് കാണിക്കും, പക്ഷെ കുറച്ചും കൂടി കൂടുതൽ ഹൈലി ബ്രാഞ്ചഡ് ആണ്. ഇവരിലും α1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ടും α1,6 ബ്രാഞ്ചസ് ഒക്കെ ഈ ഗ്ലൈക്കോജനിലുണ്ട്. ഇനി അടുത്തതാണ് സെല്ലുലോസ്. സെല്ലുലോസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലാന്റ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പ്ലാന്റ്സിന്റെ സെൽവാളിൽ അടങ്ങുന്നതാണ് സെല്ലുലോസ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നിട്ടാണ്. ഹ്യൂമൻസിലാണെങ്കിൽ ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി കൈറ്റിൻ എന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡ് ആണ്. കൈറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസെക്ട്സ്, ആർത്രോപോഡസിലൊക്കെ നമ്മൾ ഇടട്ടുണ്ട് കൈറ്റിൻ. ഓക്കെ, അപ്പോൾ ഈ ഇൻസെക്ട്സിന്റെ എക്സോസ്കെൽറ്റൻ, ഫംഗസിന്റെ സെൽവാളിലൊക്കെ ഉള്ളത് കൈറ്റിൻ ആണ്. കൈറ്റിന്റെ മോണോമറിനെയാണ് N-അസറ്റൈൽ ഡി ഗ്ലൂക്കോസാമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കൈറ്റിന്റെ മോണോമറിനെയാണ് N-അസറ്റൈൽ ഡി ഗ്ലൂക്കോസാമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോളിസാക്രൈഡിന്റെ ടൈപ്സ് ഇപ്പോൾ പറഞ്ഞ തന്നെയാണ്. അതായത് സ്റ്റോറേജ് പോളിസാക്രൈഡ്സുകളാണ് സ്റ്റാർച്ചും ഗ്ലൈക്കജൻ. സ്റ്റാർച്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിലുള്ളതാണ്. ഗ്ലൈക്കജൻ എന്ന് പറയുന്നത് നമ്മുടെ അനിമൽസിലുള്ളതാണ്. സ്ട്രക്ചറൽ പോളിസാക്രൈഡ്സ് എന്ന് വെച്ചാൽ പ്ലാന്റ് സെൽവാളിന് സ്ട്രക്ചർ കൊടുക്കുന്ന സെല്ലുലോസ്, അതുപോലെ തന്നെ ഇൻസെക്ട്സിലും ഫംഗൽ സെൽവാളിലുള്ള കൈറ്റിൻ. പിന്നെ മ്യൂക്കോ പോളിസാക്രൈഡ്സുകളാണ് ഹൈലോറോണിക് ആസിഡും ഹെപ്പാരിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, പോളിസാക്രൈഡിന്റെ ടൈപ്സ്. സ്റ്റോറേജ് പോളിസാക്രൈഡ്സ് ആണ് സ്റ്റാർച്ചും ഗ്ലൈക്കജൻ. സ്ട്രക്ചറൽ പോളിസാക്രൈഡ്സ് ആണ് സെല്ലുലോസ്, കൈറ്റിൻ. മ്യൂക്കോ പോളിസാക്രൈഡ്സ് ആണ് ഹൈലോറോണിക് ആസിഡും ഹെപ്പാരിനും. ഇനി അതിന്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് നോക്കാം. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഇനി നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എപ്പോഴും അനിമൽസിലാണെങ്കിൽ ഗ്ലൈക്കജന്റെ രൂപത്തിൽ, പ്ലാന്റ്സിലാണെങ്കിൽ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ്. പിന്നെ പ്ലാന്റിന്റെ സെൽവാളിൽ സെല്ലുലോസ് പ്രസന്റ് ആണ്. ഇൻസെക്ട്സിന്റെ എക്സോസ്കെൽറ്റനിൽ കൈറ്റിൻ പ്രസന്റ് ആണ്. അതുപോലെ തന്നെ റൈബോസ് എന്ന് പറയുന്നത് DNA-യിലും RNA-യിലൊക്കെ ഉള്ള ഷുഗറാണ് റൈബോസ് എന്ന് പറയുന്നത്. ജനറ്റിക് മെറ്റീരിയലിന്റെ ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് കൊണ്ടാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ലൈക്ക് ഗ്ലൈക്കോ പ്രോട്ടീൻ, ഗ്ലൈക്കോലിപ്പിഡ്സ്, ഇതൊക്കെ സെൽ സിഗ്നലിലും സെൽസ് റെക്കഗ്നേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻ, ഗ്ലൈക്കോലിപ്പിഡ്സ്, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റുകളാണ്. അതുപോലെ തന്നെ ഇവർ ചില മെറ്റാബോളിക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഗ്ലൈക്കോളൈസിസ്, TCA സൈക്കിളിലൊക്കെ മെറ്റാബോളിക് ഇന്റർമീഡിയറ്റ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഡൈജഷനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്താണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാർബോഹൈഡ്രേറ്റ്സ്. താങ്ക് യു.